എന്തായിരുന്നു സംഭവിച്ചത്? എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടച്ചുറപ്പില്ലാത്തവൻ എതിർകക്ഷി എന്ന് പറയുന്ന ആൾ എൻ്റെ അയൽവാസി തന്നെയാണ്. അപ്പോൾ അടച്ചുറപ്പില്ലാത്ത ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡും അമ്മയും ഇല്ലാത്ത സമയം എൻ്റെ ഫോട്ടോ എടുക്കുകയും അതിനെ തുടർന്ന് ആരും ഇല്ലാത്തപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് അതിനെ കാണിച്ച് ആദ്യം പണം വേണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ജോലിക്ക് പോകണില്ല. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞ് കാശ് മേടിക്കാൻ പറ്റത്തില്ല. അതിനെ തുടർന്ന് എൻ്റെ സമ്മതം ഇല്ലാതെ നിരന്തരം എന്നെ ലൈംഗികരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനെ തുടർന്ന് പിന്നെയും പലതവണ എന്നെ പീഡിപ്പിക്കുകയായിരുന്നു. അതുകൂടാതെ അയാൾ പറയുന്ന പല ആൾക്കാരുമായിട്ടും ഞാൻ സെക്ഷ്വലി നിൽക്കണം എന്നുള്ള രീതിയിൽ അയാളുടെ കൂട്ടുകാരായ രണ്ടുപേര് ഗുരുലാൽ ചിക്കു എന്നുള്ള രണ്ടുപേരായിട്ടും പലതവണ എന്നെ സെക്സ്വലി ഹറാസ്. വീഡിയോ കാട്ടി ആയിരുന്നു ഭീഷണി? അതെ, വീഡിയോ കാട്ടി, വീഡിയോയും ഫോട്ടോസും പുറത്തു വിടുമെന്ന് പറഞ്ഞ് പലവട്ടം വീട്ടിൽ പറയാൻ പോയതാണ്. പക്ഷെ അന്നേരവും പുറത്തെങ്ങാനും പറയുകയോ വേറെ രീതിയിൽ എന്തെങ്കിലും ആക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ പബ്ലിഷ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അന്നേരം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ പറഞ്ഞില്ല പുറത്ത്, പേടിച്ചിട്ട് അയാളെ. അതിനെ ചൊല്ലി പല രീതിയിലും പലതവണ എന്നെ ഇതേ തുടർന്ന് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. വളരെ ക്രൂരമായിട്ട് തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ പലതവണ എന്തോന്നായ സമയത്ത് പറ്റത്തില്ലെന്ന് പറയുമ്പോഴും അങ്ങനെ ആദ്യം പണം ആവശ്യപ്പെട്ടിട്ടായിരുന്നു. ആദ്യം പണം ആവശ്യപ്പെട്ടു. പക്ഷെ എൻ്റെ കയ്യിൽ കൊടുക്കാൻ പണമായിട്ടില്ലാത്തതൊന്നും വീട്ടിലും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലല്ലോ. അങ്ങനെ പറഞ്ഞത് ശാരീരികമായിട്ട് നിൽക്കണമെന്നുള്ള രീതിയിൽ. അതിനെ തുടർന്ന് പലതവണ എൻ്റെ സമ്മതം ഇല്ലാതെ തന്നെ മൃഗമായിട്ട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ എപ്പോഴാണ് പിന്നീട് ഇയാളെ കൊണ്ടുവരുന്നത്? ആദ്യമൊക്കെ കുറേ വട്ടം ഇയാൾ ഉപയോഗിച്ചിട്ട് പിന്നെ ഇയാളുടെ കൂട്ടുകാരെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴും ശരീരം ഉപദ്രവിച്ചിട്ടാണ് പിന്നെ അതിലോട്ട് നിർത്തിയതും. ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിലെ ഹസ്ബൻഡ് ചിലപ്പോൾ വണ്ടി ഓടിക്കാൻ എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോഴും അമ്മ കാണത്തില്ല, അല്ലെങ്കിൽ സന്ധ്യ ആയി കഴിയുമ്പോൾ ചിലപ്പം അമ്മ മാത്രമേ കാണത്തില്ല. ഞങ്ങൾ 2 റൂമിലായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ തൊട്ടയലത്ത് തന്നെ, അപ്പോൾ വരാനും പോകാനും ഒക്കെ എളുപ്പമാണ്. അപ്പം തൊട്ടിപ്പുറത്ത് ബാത്റൂമും ഉണ്ട്. അവിടെ ആകുമ്പോൾ ആരും ശ്രദ്ധിക്കത്തുമില്ല. അങ്ങനെ വന്നിട്ട് പല രീതിയിലും പലതവണ ഇയാളുടെ ഫ്രണ്ട്സുമായിട്ടും ചിക്കു എന്ന് പറയുന്ന വ്യക്തി ഒറ്റ തവണയും ഈ ഗുല്ലാൽ എന്ന് പറഞ്ഞ വ്യക്തി 2-3 തവണയും, ബാക്കി കൂടുതൽ നമ്മളെ ടോർച്ച് ചെയ്തിട്ട് ഈ ശാലെന്ന് പറഞ്ഞ അയാൾ. പിന്നീട് എപ്പോഴാണ് ഈ വിവരം പുറത്ത് പറയാൻ തീരുമാനിക്കുന്നത്? പുറത്ത് വരാന്ന് വെച്ചാൽ ഇയാൾ പിന്നെയും മറ്റുള്ളവരായിട്ട് സെക്ഷുവലി ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളുടെ ശല്യം ഞാൻ കേസ് നിന്ന് ലീഗലി പോകാമെന്ന് പറഞ്ഞപ്പോൾ കേസ് കൊടുക്കുക എന്തെങ്കിലും ചെയ്താൽ പുറത്ത് ഈ കാര്യങ്ങളൊക്കെ ലീക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ഇയാളുടെ ശല്യം സഹിക്കുക വയ്യാതെ ഞാൻ പോയിസൺ കഴിക്കുന്നത്. പോയിസൺ കഴിച്ച് അവിടുന്ന് പിന്നെ വണ്ടാനത്ത് ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുമായിരുന്നു. അവിടുന്ന് പിന്നെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് പോകുന്നതും പിന്നെ അതിനെ തുടർന്ന് ശല്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയതും പിന്നെ മറ്റുള്ളവരുടെ കൂടെയൊക്കെ ഇങ്ങനെ തെറ്റായ രീതിയിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശല്യമായിരുന്നു. പിന്നീട് ഈ പോലീസ് സ്റ്റേഷനിൽ പരാതിയായി പോയപ്പോൾ എന്താ സംഭവിച്ചത്? പരാതിയായിട്ട് ചെന്നപ്പോൾ പോലും അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അയാളെ കള്ളക്കേസ് കൊടുത്ത് ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നുള്ള രീതിയിൽ അവരും ഇവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലും രാവിലെ ഒരു 10 മണിക്ക് തന്നെ ഒരു 6:30 വരെ ഈ ഒരു കാര്യം പറഞ്ഞവരവിടെ നിർത്തി ഒത്തിരി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോൾ തന്നെ, കാരണം എൻ്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ തന്നെ 7-8 മണിയായി. ആ സന്ധ്യയോളം എന്നെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയെങ്കിൽ പോലും അവരെ അനുകൂലിച്ചാണ് പറഞ്ഞത്. ഞാൻ എന്തോ രീതിയിൽ അയാളിൽ നിന്നും പൈസ വാങ്ങാനോ അങ്ങനെയുള്ള രീതിയിൽ അവരെ അനുകൂലിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പം എന്നെപ്പോലെ ഇപ്പോൾ ഞാനും ഇപ്പോൾ പറയാതിരിക്കുന്നതല്ല, എത്ര പെൺകുട്ടികൾ ഇപ്പോൾ പുറത്ത് പറയാതിരിക്കുന്നുണ്ട്. നാളെ ഇനി മറ്റൊരു പെണ്ണിന് എൻ്റെ അവസ്ഥ, എൻ്റെ ജീവിതവും പോയിട്ട് ഞാനിങ്ങനെ നശിക്കുന്നതല്ലാതെ അയാൾക്കൊരു പ്രശ്നമില്ല. അയാൾ പുറത്ത് മാന്യനായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ എൻ്റെ ജീവിതവും പോയി എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചതിന് തക്കതായ നിയമ നടപടി എടുക്കണം അയാൾക്കെതിരെ. നിലവിൽ അയാൾ പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഈ കാര്യങ്ങൾ പുറത്ത് പോലീസ് സ്റ്റേഷന് മുമ്പിൽ പറഞ്ഞതിന് ശേഷം നിങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? വിളിക്കുക, സംസാരിക്കുക? ഇല്ലില്ല, അങ്ങനെ പിന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അതിന് മുന്നേ നമ്മൾ കേസ് കൊടുക്കരുതെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ശരീരത്തെ അടിക്കുകയൊക്കെ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ സഹിച്ചു. പിന്നെ അതേ തന്നെ സെക്ഷലി നിർബന്ധിക്കുന്ന സമയത്ത് സമ്മതിക്കാതെ വരുമ്പോൾ ക്രൂരപീഡനം ഉണ്ടായിരുന്നു. ക്രൂരമായിട്ട് അടിച്ചിട്ടൊക്കെയുണ്ട്. കാലയിൽ അടിക്കുകയും ഒക്കെ പുറത്തു പറയാതിരിക്കാൻ പല രീതിയിൽ അയാൾ നോക്കിയിട്ടുണ്ട്. ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സഹി കെട്ടിട്ട് ഇപ്പം ഇതിനായിട്ട് നിന്നപ്പോഴും ഇല്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഇതിനെ പേടിച്ച് പറയുമ്പോൾ എന്താവും, ഇപ്പോൾ ഒരു എന്തോന്ന് പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് ഞാൻ എവിടെയും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പേടിച്ച് ഞാൻ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ അടക്കം കണ്ടെത്തണമെന്ന് നിങ്ങൾ പോലീസിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ പിന്നീട് എന്തുണ്ടായി? അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അയാളുടെ കയ്യിൽ അങ്ങനെ ഒരു സാധനം ഇല്ലെന്നാണ് അയാൾ അവിടെ പോലീസിനോട് പറയുന്നത്. അയാൾക്കൊന്നും എന്നെ കണ്ട് പരിചയം പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് അയാളിപ്പോൾ വെച്ച് വെക്കുന്നത്. അത്രയും പറഞ്ഞു. പക്ഷേ പോലീസ് അവിടെ എനിക്ക് ആനുവലായിട്ടൊരു എന്തോന്ന് നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇത് ആവശ്യപ്പെട്ടിട്ട്? ഒരു വട്ടം ഞാൻ വിളിച്ച് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ എന്നെ അറിയത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ പുള്ളിക്കാരെ സംസാരിച്ചത്. പലതവണ ഞാൻ പറഞ്ഞു എനിക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ പോലും തരത്തില്ലെന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം നിങ്ങളുടെ ഭർത്താവിന്റെ സുഹൃത്തായിരുന്നു? സുഹൃത്തല്ല, അയൽവാസിയാണ്. അയലത്ത് എന്ന് വെച്ചാൽ കണ്ടുള്ള പരിചയം, എനിക്ക് അവിടെ ചെന്നണക്കുള്ള പരിചയം. അയൽവാസി എന്നുള്ള രീതിയിൽ പരിചയമുണ്ട്. ഈ വിഷയം അവരുടെ വീട്ടുകാരെ ആരെങ്കിലും അറിയിക്കുകയും ചെയ്തു? ഇല്ല, ആരോടും ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല.
കാരണം അവർക്കൊരു ഫാമിലി ഉള്ളതെന്ന് വെച്ചാൽ എന്നിട്ടും പിന്നെ നമ്മൾ അതേ തുടർന്ന് ടോർച്ചർ ചെയ്യുവാണല്ലോ എന്ന് വെച്ചപ്പോഴാണ് പിന്നെ നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോകാൻ നിന്നത്. ഇപ്പോൾ പരാതി എവിടെയൊക്കെ കൊടുത്തു? ഇപ്പം നമ്മൾ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ കൊടുത്തിട്ടും എനിക്ക് ആനുവലായിട്ടുള്ള ഒരു രീതിയിൽ അത് കിട്ടില്ല. ഞാൻ പറഞ്ഞില്ല 6:30 വരെ എന്നെ നിർത്തിയതല്ല, എന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതല്ലാതെ അയാളെ ന്യായീകരിച്ചാൽ പറയുന്നത് മൊത്തം. പിന്നെ ഞാൻ കളക്ടർ ഓഫീസിൽ കൊടുത്ത്, ജില്ലാ കളക്ടർ ഓഫീസിലും പിന്നെ കമ്മീഷണർ ഓഫീസിലും പരാതി കൊടുത്തിട്ടുണ്ട്.